ഫൗണ്ടേഷൻ സ്റ്റുഡൻസിൻ്റെ ജാനുവരി 2025 എക്സാം വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എക്സാം രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് നിങ്ങൾ SSP പോർട്ടൽ ലോഗിൻ ചെയ്യണം. SRO നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് SSP പോർട്ടൽ ലോഗിൻ ചെയ്യാം. പിന്നെ അതിൽ എക്സാം ഫങ്ഷൻസ്, രജിസ്റ്റർ ഫോർ എക്സാം, ഫൗണ്ടേഷൻ എക്സാം, രജിസ്റ്റർ ഫോർ ഫൗണ്ടേഷൻ എക്സാം. പിന്നെ അതിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഫോട്ടോയും സൈനെല്ലാം വരുന്നുണ്ട്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കാം. എക്സാമിനെ കുറിച്ച് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്, അത് വായിക്കാം. ദെൻ ഫോട്ടോ ഇത് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ വരുന്ന ഫോട്ടോ ആണ്. അപ്പോൾ അത് അതിൻ്റെ ക്രൈറ്റീരിയ പ്രകാരമുള്ളതല്ലേ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് മീഡിയം സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ്. ദെൻ എക്സാം റീജിയൺ ഇത് സൗത്ത് കൊടുക്കാം. ദെൻ എക്സാം സ്റ്റേറ്റ് കേരള, എക്സാം സിറ്റി നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ എക്സാം എഴുതുന്നത് ആ സിറ്റി കൊടുക്കാം, എക്സാം സിറ്റി. പിന്നെ താഴെ ഒരു ഡിക്ലറേഷൻ പറയുന്നുണ്ട്, സെൽഫ് ഡിക്ലറേഷനാണ്. അപ്പോൾ അത് അഗ്രി ചെയ്യാം. പിന്നെ +2 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവർക്ക് ഒരു ഡിക്ലറേഷനും കൂടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ പറഞ്ഞ ഡേറ്റിന് മുമ്പായിട്ട് +2 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ദെൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഡയറക്റ്റ് UPI ആപ്പ് വെച്ച് ചെയ്യാം, QR വെച്ച് ചെയ്യാം, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇതിപ്പോൾ QR സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്താം. ഞാനിപ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്, എക്സാം ഫോം സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എക്സാം പേയ്മെൻറ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് സക്സസ് എന്നുണ്ടായിരിക്കും. എക്സാം പേയ്മെൻറ്റ് ഹിസ്റ്ററി പേയ്മെൻറ്റ് സ്റ്റാറ്റസ് സക്സസ് എന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ചെക്ക് ചെയ്യുക ഓക്കെ ആണോ എന്ന്. അപ്പോൾ എല്ലാവരും 23rd മുമ്പ് എക്സാം രജിസ്റ്റർ